വൈറ്റ് മിൽക്കി, ഇത് ഷോർട്ട് ടൈൽ ഫിഷ് എന്നൊക്കെ പറയും. പിന്നെ ഇതില് കുറച്ച് മിക്സഡ് പീസ്. ഹലോ ഗൈസ്, നമ്മളാണെങ്കിൽ മാമൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വൈശാഖിൻ്റെ കുറച്ച് ഗപ്പി മീനൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചുകൊണ്ട് പോകാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ കുറേ പടുതയൊക്കെ ഇട്ട് കുറേ കുളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോടാ ഇതിൻ്റെ പേരെന്തോളാ? എച്ച് പി റെഡ്. ഇത് എച്ച് പി റെഡ് എന്ന് പറഞ്ഞൊരു മീനാണ്. ഇവിടെ കുറേ ആദ്യം ഞാൻ മീനെല്ലാം ഒന്ന് കാണിച്ചു തരാം. വൈറ്റ് മിൽക്കി എല്ലാം പായലിനിടയിലോട്ട്. ഇത് 2 പീസേ ഉള്ളൂ കേട്ടോ. ഇതിന് എന്നാ വില വരുന്നുണ്ടോ? 200 രൂപ. ഓ, ഇതിന് 2 എണ്ണത്തിന് 200 രൂപയാണ് വില വരുന്നത്. പിന്നെ ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് ഏതാണ്ട് കിടപ്പുണ്ട്. ഇതെന്തുവാ? ഇത് ഷോർട്ട് ടൈൽ ഫിഷ് എന്നൊക്കെ പറയും. ഷോർട്ട് ടൈൽ ഫിഷോ? ഓറഞ്ച് കളർ. വെള്ളം മൊത്തം പച്ച കളറായതുകൊണ്ട് ശരിക്കും കാണാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ കിടപ്പുണ്ട്. ഏതാ? ആഫ്രഡ് എന്ന് പറഞ്ഞൊരു മീൻ കിടപ്പുണ്ട്, കാണിച്ചു തരാം. ഇതിനെന്താ വില വരുന്നുണ്ട്? 40 രൂപ. ഇത് അതിന്റെ കുഞ്ഞുങ്ങൾ. പിന്നെ എച്ച് പി റെഡിന്റെ കുഞ്ഞുങ്ങൾ. ഇത് ഈ കിടക്കുന്ന മീനിന്റെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇത് കുഞ്ഞുങ്ങളെല്ലാം മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട്. ആ, ഇതിനകത്തൊക്കെ എന്താ കിടപ്പുണ്ട്? ക്രോസ് ബ്രീഡോ? ഇത് ഏത് മോഡലാ? ഇത് ഫുൾ ബ്ലാക്ക് ഉണ്ട്. പിന്നെ അല്ലാതെ ഞാൻ ഇവിടെ കുറച്ച് മിക്സഡ് കിട്ടിയ മീൻ കുഞ്ഞിനെ തന്നെ പിടിച്ചിട്ട്. പിന്നെ അത് പുതിയൊരു മീനെ കൊണ്ടുവരാൻ. ഇതെന്തുവാ? അത് ഗ്രീനെ പിടിച്ചിട്ട് അവനുണ്ട്, പെണ്ണുണ്ട്. പിന്നെ ഇതില് കുറച്ച് മിക്സഡ് കപ്പി. വൈക വരുന്നുണ്ട് ഗൈസ്. വൈക അവിടെ നിന്ന് എന്ത് ലൈസും കാര്യമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പുള്ളിക്കാരിക്കൊക്കെ ഭയങ്കര നാണമാണ്. അതുകൊണ്ട് ഇതിനകത്തൊന്നും ചത്ത് കിടപ്പുണ്ടേ. ഇതുകൊണ്ട് അവിടെയും കിടപ്പുണ്ട്. 2-3 എണ്ണം അവിടെ ഇവിടെ ചത്ത് കിടപ്പുണ്ട്. ഇത് കുഞ്ഞുങ്ങളല്ലയോ? ഇത് എന്തത്തിന്റെ കുഞ്ഞുങ്ങളാ? ഇത് മിക്സഡ് കപ്പിയുടെ. പിന്നെ ഷോർട്ടയിലും കിടപ്പുണ്ട്. അതെല്ലാം മിക്സഡ് ആക്കി ഇട്ടേക്കുക. ഇത്രയൊക്കെയാണ് നമ്മുടെ വൈശാഖിൻ്റെ ഗപ്പി ഫാം. ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ രാവിലെ വന്നപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ടാങ്ക് കഴിയൊക്കെ ആയിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ടാങ്ക് ആയിരുന്നില്ലയോ തുറന്നേ? ഇതിനകത്ത് മീനെ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ടാങ്കൊക്കെ കഴിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിള്ളേരെ. ആഫ്രിഡിന്റെ ഉണ്ട്. അത് ക്രോസ് ബ്രീഡ് ചെയ്തപ്പോൾ ഞാൻ ഇതിനകത്ത് മിക്സഡ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് എച്ച് പിയുടെ ഉണ്ട്. നീ എത്രയല്ല പഠിക്കുന്നത് ഇപ്പോൾ? ഞാൻ 8-ലോട്ട്. നീ ഓടി 7-ൽ. 8 പഠിക്കുന്ന പിള്ളേരെ കുറേ മീനൊക്കെ ഉണ്ട്. ഗപ്പി മാത്രമേ ഉള്ളൂ അല്ലയോ കൂടുതൽ? ഫൈറ്ററൊക്കെ. ഈ കുളമൊക്കെ ആരാ സെറ്റ് ചെയ്യുന്നേ? ഇവർ തന്നെ കുളമൊക്കെ സെറ്റ് ചെയ്തിട്ട് മീൻ ഇട്ടേക്കാന്ന്. ഇപ്പോൾ കുറേ ബക്കറ്റിലും കാര്യത്തിനകത്തൊക്കെ ഇട്ടേക്കുന്നത്. ഫ്രിഡ്ജുണ്ട്, 2 ഫ്രിഡ്ജ് ബോക്സും. പിന്നെ അല്ലാതെ പടുതാക്കുളമുണ്ട്. പിന്നല്ലാതെ ഇതായിരുന്നു ആദ്യത്തെ കുളം അല്ലേ? ഇതെല്ലാം മറ്റേ മേളിൽ ഇരുന്ന കുളമായിരുന്നോ? നീ വീണേ? ഇത്രയൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്രീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവർ മാറ്റി മാറ്റിയാണ് ഇടുന്നത്. അതെല്ലാം ബക്കറ്റിനകത്തോട്ട് ഇവർ തരഞ്ഞിരിച്ചിടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ തിന്നും, അതുകൊണ്ടല്ലേ? സൈസ് ആവുമ്പോഴത്തേക്ക് വേറെ ഡപ്പയിലോട്ടാ. ഇതൊക്കെ ആരാ മേടിച്ചു തരുന്നേ? ആ, പിന്നെ ഇവിടെ ആടൊക്കെ ഉണ്ട്. അവർ ലേസൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേസിനകത്ത് ഏതാണ്ടൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തോന്ന്. ഇതെന്തുവാ? പമ്പരം. പൊട്ടിച്ചേ, കറക്കിക്കേ. വേറെ ഇതിനകത്തൊന്നും ഇല്ല ഗൈസ്. ഇല്ല, ഇത് പൊട്ടിച്ചേ. അതിനകത്തൊന്നുമില്ല. റിങ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതിനകത്ത് എന്തോ ഉണ്ട്. ഇതിനകത്ത് പൈസയാണ് കിട്ടിയിരിക്കുന്നത്. എത്ര രൂപയാടി?
500 രൂപ നോക്കാം. ചിലപ്പോൾ 2 കിട്ടും ഭാഗ്യമുള്ളത്. നിങ്ങൾ ഇതാണ് എപ്പോഴും മേടിക്കുന്നത്? ഓ, ഇതിനകത്ത് 500-ൻ്റെ ഒരു നോട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.